നിലമ്പൂർ MLA ആയിരുന്ന ശ്രീ PV അൻവർ 22/4/2024 തീയതി പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര എന്ന സ്ഥലത്ത് വെച്ച് 2024 ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ അന്നത്തെ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ UDFൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വിവാദപരമായ അല്ലെങ്കിൽ അപകീർത്തികരമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഒരു 4ാം കിട പൗരനാണ് എന്നും അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽ ജനിച്ച ആളാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം എന്നുമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപകീർത്തികരമായിട്ടുള്ള പ്രസംഗം. ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നാട്ടുകൽ പോലീസ് ക്രൈം നമ്പർ 175/2024 ഒരു FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 153 ക്ലോസ് A ക്ലോസ് 1 ക്ലോസ് A പ്രകാരവും അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരവും സെക്ഷൻ 125 പ്രകാരവും ആണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 2 വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ 125. അതുപോലെ തന്നെ 2 വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുകയും അവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നതാണ് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 153 A ക്ലോസ് 1 ക്ലോസ് Aയും. ആ കേസിനകത്ത് അദ്ദേഹം അങ്ങനെയാണ് പ്രതിയാകുന്നത്. നിലവിൽ ഇപ്പോഴും അദ്ദേഹം ആ കേസിലെ പ്രതി തന്നെയാണ്. അദ്ദേഹം ആ കേസിനകത്ത് നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ കേസിനകത്ത് മാപ്പ് പറയുകയോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് മാപ്പ് നൽകുകയോ ഒന്നും തന്നെ ചെയ്തതായിട്ട് നമുക്കറിവില്ല. അത് കൂടാതെ തന്നെ അദ്ദേഹം ചെയ്ത കുറ്റം രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ഒക്കെ പൈതൃകത്തിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ രാഹുൽ ഗാന്ധി നമുക്കറിയാം AICCയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം റായ്ബറേലിയിലെ പാർലമെൻറ്റ് അംഗമാണ്. അതുകൂടാതെ ഈ ഒഫൻസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ UDFൻ്റെ കൂടെ ഭാഗമായിരുന്നു അദ്ദേഹം. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം UDFൻ്റെ കൂടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു വലിയ പരാമർശം നടത്തിയ കേസിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ UDFിലേക്കുള്ള പ്രവേശനത്തിനായി കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ UDFൻ്റെ നേതൃത്വം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഈ ഒരു കേസിലെ പ്രതിയാണ് ഇദ്ദേഹം, ഈ PV അൻവർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ് വാസ്തവത്തിൽ. അതുകൂടാതെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് തന്നെ ആർട്ടിക്കിൾ സെക്ഷൻ 4 ക്ലോസ് E പ്രകാരം ഡെലിബറേറ്റ്ലി ആക്ടിംഗ് ഇൻ എ വേ കാൽക്കുലേറ്റഡ് ടു ലോവർ ദ പ്രസ്റ്റീജ് ഓഫ് ദ കോൺഗ്രസ് ഓർ ക്യാരിയിങ് ഓൺ പ്രൊപ്പഗണ്ട എഗെയിൻസ്റ്റ് ദ കോൺഗ്രസ് കമ്മിറ്റി ഓർ ഓഫീസ് ബെയറേഴ്സ് ദെറോഫ്. അതായത് കോൺഗ്രസിൻ്റെ അന്തസ്സിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മനഃപൂർവ്വം പ്രവർത്തിക്കുകയോ കോൺഗ്രസ് കമ്മിറ്റികൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എതിരെ പ്രചരണം നടത്തുകയോ ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിൻ്റെ അംഗത്വം റദ്ദാക്കപ്പെടാൻ പോലും കാരണമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. അത്തരം ഒരു ഭരണഘടന കോൺഗ്രസിന് തന്നെ നിലനിൽക്കെ കോൺഗ്രസിൻ്റെ അന്തസ്സിനും കോൺഗ്രസിൻ്റെ ഓഫീസ് ബെയറായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ഗുരുതരമായ ഒരു ആരോപണം നടത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീ PV അൻവറിൻ്റെ ഈ UDF പ്രവേശനം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെയും നേതൃത്വം പുനഃപരിശോധിക്കേണ്ടതാണ്.